അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയായ വൈറ്റ് ഹൌസിന് സമീപം ശനിയാഴ്ച വൈകുന്നേരമുണ്ടായ വെടിവെപ്പ് രാജ്യത്തെ സുരക്ഷാ ഏജൻസികളെ ജാഗ്രതയിലാക്കി. വാഷിംഗ്ടൺ നഗരത്തിന്റെ ഹൃദയഭാഗത്തുള്ള വൈറ്റ് ഹൌസ് കോംപ്ലക്സിന് പുറത്തായി 17-ാം സ്ട്രീറ്റും പെൻസിൽവാനിയ അവന്യൂ നോർത്ത് വെസ്റ്റും ചേരുന്ന മേഖലയിലായിരുന്നു അപ്രതീക്ഷിത വെടിവെപ്പുണ്ടായത്. പ്രദേശം വിനോദസഞ്ചാരികളും മാധ്യമപ്രവർത്തകരും സുരക്ഷാ ഉദ്യോഗസ്ഥരുമടങ്ങിയ തിരക്കേറിയ മേഖലയായതിനാൽ സംഭവം നടന്നതോടെ വലിയ ആശങ്കയും പരിഭ്രാന്തിയും പടർന്നു. പ്രാഥമിക വിവരങ്ങൾ പ്രകാരം 21 വയസ്സുകാരനായ ആയുധധാരിയാണ് ആക്രമണത്തിന് പിന്നിലെന്ന് സുരക്ഷാ ഏജൻസികൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇയാൾ സംശയാസ്പദമായി പെരുമാറിയതിനെ തുടർന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ തടയാൻ ശ്രമിച്ചപ്പോൾ വെടിവെപ്പുണ്ടായതായാണ് റിപ്പോർട്ടുകൾ. പിന്നാലെ സീക്രട്ട് സർവീസ് ഉദ്യോഗസ്ഥർ തിരിച്ചടിയായി വെടിയുതിർക്കുകയും അക്രമി സംഭവസ്ഥലത്ത് വെച്ച് തന്നെ കൊല്ലപ്പെടുകയും ചെയ്തു. ഇയാളുടെ വ്യക്തിത്വം, ലക്ഷ്യം, പിന്നിലെ പ്രേരണകൾ എന്നിവ സംബന്ധിച്ച വിശദാംശങ്ങൾ ഇതുവരെ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല. വെടിവെപ്പിനിടെ സമീപത്തുണ്ടായിരുന്ന ഒരാൾക്കും വെടിയേറ്റു. പരിക്കേറ്റയാളെ ഉടൻ തന്നെ അടിയന്തര മെഡിക്കൽ സംഘങ്ങൾ ആശുപത്രിയിലേക്ക് മാറ്റി. ഇയാളുടെ ആരോഗ്യനില സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പിന്നീട് പുറത്തുവിടുമെന്ന് അധികൃതർ അറിയിച്ചു. പ്രദേശത്തുണ്ടായ ഭീതിയെ തുടർന്ന് നിരവധി ആളുകൾ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് ഓടിയെത്തുകയും ചിലർ സമീപ കെട്ടിടങ്ങളിലേക്ക് അഭയം തേടുകയും ചെയ്തു. സംഭവ സമയത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിനകത്ത് പശ്ചിമേഷ്യൻ രാജ്യങ്ങളുമായി നിർണായക ചർച്ചകളിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. ഇറാനുമായി ബന്ധപ്പെട്ട നയതന്ത്ര ചർച്ചകളുടെ ഭാഗമായി സൗദി അറേബ്യ, UAE, ഖത്തർ, പാകിസ്ഥാൻ, തുർക്കി, ഈജിപ്ത്, ജോർദാൻ, ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങളിലെ നേതാക്കളുമായി ട്രംപ് ആശയവിനിമയം നടത്തിയിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥയും ഇറാന്റെ ആണവ പരിപാടിയും പ്രാദേശിക സുരക്ഷാ വിഷയങ്ങളും ചർച്ചകളിലെ പ്രധാന വിഷയങ്ങളായിരുന്നുവെന്ന് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വെടിവെപ്പ് നടന്നതോടെ വൈറ്റ് ഹൌസിനും സമീപ പ്രദേശങ്ങൾക്കും ചുറ്റുമുള്ള സുരക്ഷ അതിവിശേഷ നിലയിലേക്ക് ഉയർത്തി. സീക്രട്ട് സർവീസ്, വാഷിംഗ്ടൺ പോലീസ്, ഫെഡറൽ ഏജൻസികൾ, രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ എന്നിവ ചേർന്ന് മുഴുവൻ മേഖലയും വളഞ്ഞു. നാഷണൽ ഗാർഡിന്റെ അധിക സൈനികരെയും പ്രദേശത്ത് വിന്യസിച്ചു. ചില സമയത്തേക്ക് വൈറ്റ് ഹൌസ് പരിസരത്ത് കർശന നിയന്ത്രണങ്ങളും ലോക്ഡൌണും ഏർപ്പെടുത്തിയിരുന്നു. പിന്നീട് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമായെന്ന് ഉറപ്പാക്കിയതിനു ശേഷമാണ് നിയന്ത്രണങ്ങളിൽ ഇളവ് നൽകിയത്. സംഭവത്തെ തുടർന്ന് അമേരിക്കൻ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഡയറക്ടർ കാഷ് പട്ടേൽ പ്രതികരിച്ചു. വൈറ്റ് ഹൌസ് പരിസരത്ത് നടന്ന വെടിവെപ്പിനെ കുറിച്ചുള്ള അന്വേഷണത്തിൽ FBI സജീവമായി ഇടപെട്ടിട്ടുണ്ടെന്നും സീക്രട്ട് സർവീസിന് എല്ലാ പിന്തുണയും നൽകുകയാണെന്നും അദ്ദേഹം സാമൂഹിക മാധ്യമമായ Xലൂടെ അറിയിച്ചു. സംഭവത്തിന്റെ എല്ലാ വശങ്ങളും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെന്നും കൂടുതൽ വിവരങ്ങൾ പിന്നീട് പുറത്തുവിടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വെടിവെപ്പ് നേരിൽ കണ്ടവരുടെ മൊഴികളും പുറത്തുവരുന്നുണ്ട്. വൈറ്റ് ഹൌസിന് സമീപത്തുണ്ടായിരുന്ന കാനഡ സ്വദേശിയായ വിനോദസഞ്ചാരി റീഡ് അഡ്രിയാൻ പറയുന്നതനുസരിച്ച് ആദ്യം കേട്ട ശബ്ദം വെടിക്കെട്ട് പോലെയായിരുന്നു. എന്നാൽ തുടർച്ചയായി നിരവധി വെടിയൊച്ചകൾ മുഴങ്ങി തുടങ്ങിയതോടെ ആളുകൾ ഭയന്ന് ഓടിത്തുടങ്ങി. ഏകദേശം 20 മുതൽ 25 വരെ വെടിയൊച്ചകൾ കേട്ടുവെന്നും പ്രദേശം നിമിഷങ്ങൾക്കകം കലാപസമാനമായ അവസ്ഥയിലായെന്നും അദ്ദേഹം വ്യക്തമാക്കി. മാധ്യമപ്രവർത്തകരും സന്ദർശകരും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം അതിവേഗം സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറി. അതേസമയം ഇറാൻ വിഷയത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി സംസാരിച്ചതായി ട്രംപ് പിന്നീട് വ്യക്തമാക്കി. ഇറാനുമായി ബന്ധപ്പെട്ട ഒരു സാധ്യതയുള്ള ധാരണയിലെ അവസാനഘട്ട ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണെന്നും പശ്ചിമേഷ്യയിലെ സുരക്ഷാ സാഹചര്യം അമേരിക്ക അടുത്ത് നോക്കുകയാണെന്നും അദ്ദേഹം അറിയിച്ചു. വൈറ്റ് ഹൌസിനോട് ചേർന്ന അതീവ സുരക്ഷാ മേഖലയിലുണ്ടായ ഈ വെടിവെപ്പ് സംഭവം അമേരിക്കൻ ആഭ്യന്തര സുരക്ഷാ സംവിധാനങ്ങൾക്ക് മുന്നിൽ പുതിയ വെല്ലുവിളികൾ ഉയർത്തിയിരിക്കുകയാണ്. അക്രമിയുടെ ഉദ്ദേശവും സുരക്ഷാ വീഴ്ചകൾ ഉണ്ടായോ എന്നും കണ്ടെത്താൻ ഫെഡറൽ ഏജൻസികൾ സംയുക്ത അന്വേഷണം തുടരുകയാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.